പൂരിയാണ്. ഇതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ്, പൂരി ക്രിസ്പിയായി കിട്ടാൻ വേണ്ടി 1/4 കപ്പ് റവ, നല്ലൊരു സ്വാദ് കിട്ടാൻ വേണ്ടി 1/4 കപ്പ് കടലമാവ് കൂടി ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ അയമോദകം കയ്യിൽ വെച്ച് ഒന്ന് തിരുമ്മിയ ശേഷം ചേർക്കാം. ടീസ്പൂൺ ചതച്ച ചുവന്ന മുളക്, മല്ലിയില ചെറുതായി അരിഞ്ഞത്, 2 നുള്ള് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളമൊഴിച്ച് പൂരിയുടെ മാവ് നമുക്ക് കുഴച്ചെടുക്കാം. പൂരിക്ക് മാവ് കുഴക്കുമ്പോൾ ചപ്പാത്തിയുടെ മാവ് പോലെ അത്രയും സോഫ്റ്റായി കുഴക്കണ്ട, കുറച്ച് കട്ടിയുള്ള മാവാണ് നല്ലത്. ഈ മാവിൻ്റെ മുകളിൽ അല്പം എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് ഇത് അടച്ചു വെക്കാം. ഇതുപോലെ കുറച്ച് സ്റ്റിഫായിട്ടുള്ള മാവാണെങ്കിൽ എണ്ണ കുടിക്കുന്നത് കുറയും. 10 മിനിറ്റിന് ശേഷം മാവ് വീണ്ടും നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി സാധാരണ പൂരിക്ക് ചെയ്യുന്നത് പോലെ ഈക്വൽ സൈസിലുള്ള ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഓരോ ഉരുളയും അല്പം എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ പരത്തിയെടുക്കാം. പരത്തുമ്പോൾ നടുഭാഗം കൂടുതൽ തിന്നാവാതെ ശ്രദ്ധിക്കണം. ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് പരത്തി വെച്ചിരിക്കുന്ന പൂരി ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഓരോ പൂരിയും ഒരു വശം പൊങ്ങി വന്നതിന് ശേഷം മറിച്ചിട്ട് മറുഭാഗം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. പരത്തി വെച്ചിരിക്കുന്ന മുഴുവൻ പൂരിയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പൂരിയുടെ ഉൾഭാഗം നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് കളർ മാറും, ഉൾഭാഗം ശരിക്ക് കുക്കാവില്ല. ഇപ്പോൾ പൂരി മുഴുവനായും ഫ്രൈ ചെയ്ത് കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ മസാലപ്പൂരി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.